ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഒന്ന് കണ്ടുനോക്കിയാലോ. ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നൊരു ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ നാട്ടിൽ നിന്ന് ഉച്ച സമയമായിട്ടോ, ഉച്ചയ്ക്കാണ് എത്തിയത്. എന്നിട്ട് വന്ന് ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ എണീറ്റതാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5:30 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോണ തലേ ദിവസം കാക്കു ചാലിയും പോയിട്ട് കുറച്ച് നല്ല ഫ്രഷ് മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചെമ്മീനും അയിലയും മത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വെക്കാൻ ഞാനിവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാക്കുനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലെ മീനൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെക്കാൻ. അപ്പോൾ ആൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വേറെ മറ്റേ മേൽഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടും ഐസ് കട്ട അങ്ങോട്ട് അലിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാനത് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വേറിട്ടതിന് ശേഷം ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഉമ്മാക്ക് കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും താത്തയും എല്ലാവരും കൂടെ ഉമ്മാനായിട്ട് കോയമ്പത്തൂർ വരെ പോയതായിരുന്നു കേട്ടോ. കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ടെസ്റ്റിന് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ വന്ന് വീട്ടിൽ താമസിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പോയി അന്ന് വൈകിട്ട് പിന്നെ പിറ്റേ ദിവസം കോയമ്പത്തൂർ പോയി വന്ന് അവിടുന്ന് വൈകിട്ടുള്ള ഓരോ രാത്രി മാത്രം, അല്ലാതെ നമുക്ക് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാതെ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മോന് സ്കൂളും മദ്രസയൊക്കെ ഉള്ള കാരണമാണ് അധികം നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഉമ്മാർക്ക് എന്തെങ്കിലും ആകുമ്പോൾ നമ്മൾ തന്നെ പോകണ്ടേ. നമ്മളെ മക്കൾ ഉണ്ടാകുമ്പോഴല്ലേ അവർക്കൊരാശ്വാസം. നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് നോക്കിയതല്ലേ, പിന്നെ അവർക്ക് എന്തെങ്കിലും ആകുമ്പോൾ നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും പോയി വന്നിട്ട് ഉള്ള വിശേഷമാണ്. അപ്പം മീൻ നന്നാക്കി എടുത്തിരുന്നു കേട്ടോ. ഇനി നമുക്കത് കുറച്ച് കറി വെക്കണം, കുറച്ച് പൊരിക്ക വേണം, ചോറൊക്കെ വെക്കണം. വന്നാലും റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഇതൊന്നും നമുക്ക് കിട്ടില്ല അല്ലേ, നമ്മൾ തന്നെ വേണ്ട എല്ലാം ചെയ്യാൻ. അപ്പോൾ മക്കൾക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ മക്കൾക്കും ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അവർ ഫുള്ള് പുറത്തുനിന്ന് കഴിക്കണ്ടേ. ഹോട്ടൽ ഫുഡ് ഒരു നേരമൊക്കെ കുഴപ്പമുണ്ടാവില്ല, ഫുൾ ടൈമും 3 നേരമൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ അറിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല. അത് കാരണം ഞാൻ അധികം ഇരുന്ന് പോയി ഇരിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെയാണ് ഇരിക്കാറ്. എന്തെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത് ഞാനങ്ങനെ നിൽക്കുന്നല്ലാതെ ഞാനങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ടില്ല. പോയിട്ട് 2-3 ദിവസം, അതിനപ്പുറം ഇല്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്, ചോറ് ഊറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം മോനെ പറഞ്ഞയച്ച് ഒരു പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാല് കൊടുന്നത് ചായ ഉണ്ടാക്കി. പിന്നെ കാക്ക അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പരിപ്പ് വടയും ഉഴുന്നുവടയൊക്കെ ഉണ്ട് കടി. അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സമയം 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടും വേണ്ടേ. നമ്മൾ ചാനൽ തുടങ്ങി വെച്ച കാരണം മറ്റങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും റീൽസിൽ കൂടിയിരിക്കണം. റീലിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പൊതുവെ ലോങ് വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വളരെ മടിയായിട്ടുണ്ട്. അത് കാരണമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇടണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ തട്ട് നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊരിക്കാനുള്ള മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും വേഗം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊക്കെ ഉണ്ട്, അടിക്കാനും അലക്കാനും ഉള്ളതൊക്കെ രാത്രിയല്ലേ. അപ്പം ഞാൻ എന്തായാലും രാവിലെ നേരത്തെ എണീറ്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേറെ ഒരു പരിപാടിയും ചെയ്തില്ല കേട്ടോ. എനിക്ക് തീരെ വയ്യായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഭയങ്കര തലവേദനയും ക്ഷീണമൊക്കെയാണ് കേട്ടോ. എനിക്ക് പൊതുവെ യാത്ര അധികം പറ്റാത്ത ഒരാളാണ്. എനിക്ക് 3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ആകെ ക്ഷീണമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വലിയ മോന് വന്നേക്കനെ പറയുന്നുണ്ട് കേട്ടോ, വേഗം ചോറും കറി ഉണ്ടാക്കുന്നു. അപ്പോൾ അവന് ചോറും കറിയും കഴിക്കാനും പൂതി അയക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറും കറിയും മീൻ പൊരിച്ചത് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.